1000 തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ന്യൂസിലൻഡ്, ഓപ്ഷൻ ബി ഫിൻലാൻഡ്, ഓപ്ഷൻ സി സ്കോട്ട്ലാൻഡ്, ഓപ്ഷൻ ഡി അയർലാൻഡ്, ഓപ്ഷൻ ഡി ഐസ്ലാൻഡ്. ലാൻഡ് ഓഫ് 1000 lakes. വള്ളി പിടിക്കണോ? സംശയമുള്ളത് കൊണ്ടൊന്ന് വള്ളിയെ പിടിച്ച കൊള്ളാമെന്നുണ്ട്. വിദേശ രാജ്യങ്ങളൊക്കെ പോയിട്ടുണ്ടോ താങ്കൾ? ഇല്ല, പോയിട്ടില്ല. പാസ്പോർട്ട് എടുത്തിട്ടില്ല? പാസ്പോർട്ട് ഉണ്ട്, പക്ഷെ അതിനകത്ത് അടി വീണിട്ടില്ല. ഭാര്യയ്ക്ക് പാസ്പോർട്ട് എടുത്തോ? ഇല്ല. ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. ഒരു തീരുമാനം നമുക്കെടുക്കാം. തീർച്ചയായിട്ടും ഒരു പിടിവള്ളി ഉപയോഗിക്കാം. 5 ലാൻഡാണ് ഇവിടെ കിടക്കുന്നത്. അത് ഏത് ലാൻഡാന്ന് കണ്ടുപിടിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അപ്പൊ ആരുടെ പിടിവള്ളിയിലേക്കാ പോകുന്നത്? 2 പിടിവള്ളി അവിടെ, 1 പിടിവള്ളി ഇവിടെ. കുടുംബത്തിന്റെ കയ്യിൽ 1 പിടിവള്ളിയുണ്ട്, 2 പിടിവള്ളി കുട്ടേട്ടന്റെ കയ്യിലുണ്ട്. അവസാനം 1 പിടിവള്ളി കൊണ്ട് ഞാനും ഇറങ്ങും. തൽക്കാലം ഞാൻ എന്റെ കുടുംബത്തിന്റെ പിടിവള്ളി എടുക്കാം. അതെ, അപ്പൊ നിങ്ങൾ തീരുമാനിക്കുക. ചോദ്യം മനസ്സിലായോ? 1000 തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ന്യൂസിലാൻഡ്, ഫിൻലാൻഡ്, സ്കോട്ട്ലാൻഡ്, അയർലാൻഡ്, ഐസ്ലാൻഡ്. ലാൻഡ് ഓഫ് 1000 lakes എന്നറിയപ്പെടുന്നു. 1,68,000 ജലാശയങ്ങളുള്ള നാടാണത്. കൺഫ്യൂഷൻ ഉണ്ട്. അതിൽ ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല, ഒരു ഉത്തരമായിട്ട് പറയാൻ പറ്റുന്നില്ല അല്ലേ? വ്യക്തമായി അറിയില്ല. അപ്പോ ഇനിയിപ്പോ താങ്കളുടെ മുമ്പിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. കുട്ടേട്ടനിലേക്ക് വേണേ പോവാം. താങ്കളുടെ മനസ്സിൽ ഉത്തരവുണ്ടോ? എന്റെ മനസ്സിൽ ഉത്തരവുണ്ട്. പക്ഷെ അത് അവിടുന്ന് ആ ഒരു പിടിവള്ളി അത് വന്നിരുന്നെങ്കിൽ ഞാൻ അതുമായിട്ട് മുന്നോട്ട് പോയേനെ. സംശയം ഉണ്ടെങ്കിൽ കുട്ടേട്ടിലേക്ക് പോവുക. കാരണം തെറ്റ് പറഞ്ഞാൽ വിജയകരമായിട്ട് മാവേലിക്കരയ്ക്ക് മടങ്ങും. തൽക്കാലം കുട്ടനോടൊന്ന് ചോദിച്ചേക്കാം. മിസ്റ്റർ കുട്ടൻ. ശ്രീനാഥ്, താങ്കളെ ഞാൻ സഹായിക്കാം. 2 ഓപ്ഷൻസ് ഞാൻ പറയും. അതിൽ 1 ശരിയുത്തരമാണ്. ബി ഫിൻലാൻഡ്, സി സ്കോട്ട്ലാൻഡ്. 1,68,000 തടാകങ്ങളുള്ള രാജ്യമാണ്. 1,79,000 ദ്വീപുകളോടെയാണ്. ഫിൻലാൻഡ് ആണ്. ഉറപ്പിക്കാമോ? പൂട്ടോ ഞാൻ. ഫിൻലാൻഡ് പൂട്ടി. മാവേലിക്കരുന്ന് എങ്ങനെയാ വന്ന്? കാറില. ആരാ ഡ്രൈവ് ചെയ്തിരുന്ന്? ഞാൻ തന്നെ. പെട്രോൾ അടിക്കാൻ 4,000 രൂപ കിട്ടും. അപ്പോ ചേട്ടന്റെ മനസ്സിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഫിൻലാൻഡാണ് ഉദ്ദേശിച്ചത്, പക്ഷെ വ്യക്തമായി അറിയാൻ വയ്യാത്തതാണ് പറയായിരുന്നു. ഓക്കെ, അമ്മ എന്തെങ്കിലും ഉപദേശിക്കാൻ തീരുമാനിച്ചായിരുന്നോ? ഞങ്ങൾ 3 പേരും കൂടെ ഫിൻലാൻഡ് എന്നൊരു തീരുമാനത്തിൽ എത്തിയിരുന്നു. അറിയില്ല. സഹായം ചെയ്താൽ പിന്നെ ബാക്കി അവൻ കണ്ടുപിടിക്കട്ടെന്ന് കരുതി. അങ്ങനെ തന്നെ വേണം. ഓക്കെ, അപ്പോ താങ്കൾ പറഞ്ഞ ഉത്തരം ഒരു 1,00,000 രൂപയുടെ ഉത്തരമാണ് താങ്കൾ പറഞ്ഞത്. താങ്കൾ പറഞ്ഞ ഫിൻലാൻഡ് എന്ന ഉത്തരം താങ്കളെ ഇതുവരെയുള്ള താങ്കളുടെ യാത്രയിൽ നിന്ന് പിന്നോട്ട് വലിക്കും എന്ന ഒരു ചിന്തയിൽ പ്രേക്ഷകരിപ്പോൾ ഇരിക്കുന്നു എന്നെനിക്ക് സംശയമുള്ളപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനൊരു സംശയം വേണ്ട. ഉത്തരം ശരിയാണ്. ഫിൻലാൻഡാണ് ശരി ഉത്തരം. ഓക്കെ അല്ലേ? ഓക്കെ, അത് ഒരു പിടിവള്ളി പോയല്ലോ. 2 പിടിവള്ളി പോയി. ഒരെണ്ണം ഇവിടെയും പോയി, ഒരെണ്ണം അവിടെ. അവിടെ ഉത്തരം പറഞ്ഞിരുന്നു ഞാൻ. ഫിൻലാൻഡ് പറഞ്ഞിരുന്നെങ്കിൽ അല്ലേ മുന്നോട്ട് പോയേനെ അല്ലേ? എന്റെ ചേട്ടൻ അത് പിടിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അദ്ദേഹം ഇച്ചിരി GK ഉള്ള ആളാണ്. അപ്പൊ അദ്ദേഹം അത് കണ്ടുപിടിക്കാൻ എനിക്ക് പൈസയുടെ കാര്യം ആലോചിച്ചപ്പോ ചേട്ടന്റെ GK വീക്കായി പോയി. അതാ പറ്റിയത്. ചേട്ടൻ പറഞ്ഞ പോയിന്റ് എന്നെ മിസ്ഗൈഡ് ചെയ്യേണ്ട തീരുമാനിച്ചായിരിക്കണം അല്ലേ? അത് മിസ്ഗൈഡ് ആയി പോകുന്നൊരു ഡൗട്ടുള്ള കാരണമാണ് പറയാറുന്നത്. താങ്കൾക്ക് കവിതയുടെ അസുഖമുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ അസുഖമില്ല. അല്ല, ഇദ്ദേഹത്തിന് ഇത്തിരി കവിതയുടെ പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിനി നമ്മൾ 60,000 രൂപയുടെ ചോദ്യത്തിലേക്ക് പോവാണ്. 60,000 മോണിറ്റർ.
അന്യഭാഷാ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയ മലയാളി ആരാണ്? ഓപ്ഷൻ എ മോഹൻലാൽ, ഓപ്ഷൻ ബി മമ്മൂട്ടി, ഓപ്ഷൻ സി സുരേഷ് ഗോപി, ഓപ്ഷൻ ഡി സലീം കുമാർ, ഓപ്ഷൻ ഇ ബാലചന്ദ്രമേനോൻ. വേറൊരു ഭാഷയിലെ ചിത്രത്തിന്റെ അഭിനയത്തിനാണ് ഇദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം കിട്ടിയത്. മലയാളത്തിനും കിട്ടിയിട്ടുണ്ട്, മലയാളത്തിലല്ല. കൂട്ടാം. ഓപ്ഷൻ ബി മമ്മൂട്ടി. മമ്മൂട്ടി കൂട്ടട്ടോ? കൂട്ടി. പ്രശ്നമാവോ അത്? എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു അന്യഭാഷാ സിനിമ എന്റെ മനസ്സിലുണ്ട്. അതിന് അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന് കിട്ടിയ ഏതാണ് ആ സിനിമ? അംബേദ്കർ എന്ന സിനിമയ്ക്ക് വേണ്ടി മമ്മൂട്ടിക്ക് കിട്ടിയെന്നാണ്. ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ ആണോ താങ്കൾ ഉദ്ദേശിച്ചത്? അതെ. അതിന് അദ്ദേഹത്തിന് നാഷണൽ പുരസ്കാരം കിട്ടിയത് മാവേലിക്കര അറിഞ്ഞായിരുന്നു? അങ്ങനെ കണ്ടതായിട്ടൊരു ഓർമ്മ. എന്തമ്മേ പറയാ, ഈ മാവേലിക്കരയുള്ളവർ എന്തൊക്കെ അറിയുന്നേ? സുരേഷ് ഗോപി കളിയാട്ടമാണ്, മേനോൻ സാറ് സമാന്തരങ്ങളാണ്, സലീം കുമാർ ആദാമിന്റെ മകൻ അബുവാണ്, ലാലേട്ടന് ഭരതം, പിന്നെ കിട്ടിയത് 2 തവണ കിട്ടിയത് വാനപ്രസ്ഥം. ഭരതം വാനപ്രസ്ഥം. അപ്പൊ താങ്കൾ മമ്മൂട്ടി എന്നാ പറഞ്ഞിരിക്കുന്നത്. മമ്മൂക്ക അപ്പൊ വീട്ടിലിരുന്നെങ്ങാണ് ഇത് ചാനൽ സർഫ് ചെയ്ത് പോകുമ്പോൾ ഇതെങ്ങനെ കണ്ടെങ്കിൽ മമ്മൂക്ക ഒരു ഞെട്ടലിന് സാധ്യതയുണ്ട്, ഞെട്ടിപ്പൊട്ടി തകരാൻ സാധ്യതയുണ്ട്. താങ്കൾ പറഞ്ഞിരിക്കുന്ന മമ്മൂക്കയ്ക്ക് ഒരു അന്യഭാഷാ ചിത്രത്തിൽ ദേശീയ പുരസ്കാരം കിട്ടിയത്. ചിലപ്പോ അതുവഴി എങ്ങനെ പോകുമ്പോൾ താങ്കൾക്ക് ഒരു ചായ കിട്ടും. ഉത്തരം ശരിയാണ്. താങ്ക് യു.